നമസ്കാരം. പ്രധാന വാർത്തകൾ. സംഘടനാ വിരുദ്ധ പ്രവർത്തനം. സതീഷ് തോന്നയ്ക്കലിനെ പദവിയിൽ നിന്ന് നീക്കി NCP. ജെ സതീഷ് തോന്നയ്ക്കലിനെ ദേശീയ സെക്രട്ടറി പദവിയിൽ നിന്നും പുറത്താക്കി NCP. സംഘടനാ വിരുദ്ധ പ്രവർത്തനവും സാമ്പത്തിക തിരിമറിയുമടക്കം നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സതീഷ് തോന്നയ്ക്കലിനെതിരായ നടപടി. PC ചാക്കോയുടെയും ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെയും നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി രാജീവ് കുമാർ അറിയിച്ചു. സതീഷിന്റെ പ്രവൃത്തികൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും അറിയിച്ചു. എന്നാൽ നടപടിയെടുക്കും മുമ്പ് തന്നെ പാർട്ടിയുടെ മുഴുവൻ ചുമതലകളിൽ നിന്നും രാജിവെച്ചിരുന്നുവെന്നാണ് ജെ സതീഷ് തോന്നയ്ക്കൽ പറയുന്നത്. പദവി ഒഴിയുന്നുവെന്നറിയിച്ച് ഫെബ്രുവരി 9 നേതൃത്വത്തിനയച്ച കത്തും പുറത്തുവന്നു. വനിതാ സിവിൽ എക്സൈസ് ഓഫീസറെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തു. യുവാവ് അറസ്റ്റിൽ. ചമൽ പൂവൻമല സ്വദേശി രാജേഷിനെ അറസ്റ്റ് ചെയ്ത താമരശ്ശേരി പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനുവരി 1 കോഴിക്കോട് താമരശ്ശേരിയിൽ കേസിനാസ്പദമായ സംഭവം. ചമലങ്ങാടിയിൽ ചാരായം വിറ്റവരെ പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. കേസെടുത്തതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയി. തുടർന്ന് ഇന്ന് പ്രതി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അമ്മയുടെ സുഹൃത്ത് ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസ്. തിരുവനന്തപുരം നഗരൂരിൽ 13 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. സംഭവത്തിൽ അമ്മയുടെ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത 4 പേർ ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു. സ്കൂളിലെ കൗൺസിലിംഗിനിടെയാണ് പീഡനത്തിനിരയായ പെൺകുട്ടി തുറന്നു പറഞ്ഞത്. പല സമയങ്ങളിലായിരുന്നു പീഡനം നടന്നതെന്നും പെൺകുട്ടി പറഞ്ഞു. 5 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. കാക്കനാട് കൂട്ട ആത്മഹത്യ. കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ മൃതദേഹങ്ങൾ. എറണാകുളം കാക്കനാട് കൂട്ട ആത്മഹത്യ എന്ന സംശയം. കസ്റ്റംസ് ക്വാർട്ടേഴ്സിനകത്ത് 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. GST കമ്മീഷണർ മനീഷ് വിജയ്, സഹോദരി ശാലിനി, അമ്മ തുടങ്ങിയവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ക്വാർട്ടേഴ്സിന്റെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഒരാഴ്ചയായി ജാർഖണ്ഡ് സ്വദേശിയായ മനീഷ് വിജയ് അവധിയിലായിരുന്നു. അവധി കഴിഞ്ഞിട്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കാത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ അന്വേഷിച്ച് വീട്ടിലെത്തി. അടച്ചിട്ട വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. തുടർന്ന് തൃക്കാക്കര പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. എന്താണ് കൂട്ട ആത്മഹത്യയിലേക്കുള്ള കാരണമെന്ന് വ്യക്തമല്ല. ആലപ്പുഴ അരീക്കുറ്റിലെ ജപ്തി. കുടുംബത്തിന് ആശ്വാസം. കുടിശ്ശിക തുക കൈമാറി. സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് 3 ദിവസമായി വീടിന് പുറത്ത് കഴിയുകയായിരുന്ന കുടുംബത്തിന് സഹായം എത്തിച്ച വിദേശ മലയാളി. ബഹ്റിനിൽ നിന്നുള്ള വിദേശ മലയാളിയാണ് കുടുംബത്തെ സഹായിക്കാൻ എത്തിയത്. കുടിശ്ശിക തുകയായി 3,56,000 രൂപ കൈമാറി. അരീക്കുറ്റി പുത്തൻ നികർത്തിൽ രാമചന്ദ്രന്റെ വീടാണ് ജപ്തി ചെയ്തത്. ആധാർ ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്ഥാപനമാണ് ജപ്തി നടത്തിയത്.